ഹായ് ഗൈസ്. ഞാൻ എല്ലാവരെയും ആദ്യമേ തന്നെ എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് വെൽക്കം ചെയ്യുന്നു. ഇതെൻ്റെ ഫസ്റ്റ് ഫുൾ വീഡിയോ ആണ്. ഞാൻ കുറേ നാളായിട്ട് എടുക്കണം എന്ന് വെച്ചൊരു വീഡിയോ ആണ്. ഇവിടെ പുതിയതായിട്ട് ജർമ്മനിയിൽ ഹൗസ് ബിൽഡിംഗ് നഴ്സിംഗ് പഠിക്കാൻ വന്ന പിള്ളേർക്കും ഇനി വരാൻ പോകുന്നവർക്കും ഹെൽപ്ഫുൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയണമെന്ന്. ആൻഡ് ഇതൊരു എക്സ്പെക്ടേഷൻ വേഴ്സസ് റിയാലിറ്റി വീഡിയോ ആണ്. ഇത് സ്കിപ്പ് ചെയ്യാതെ കാണാം. ഞാൻ ആദ്യമേ എൻ്റെ എക്സ്പീരിയൻസ് പറയാം. ഞാൻ ഇപ്പോൾ ഇവിടെ വന്നിട്ട് 2 years കംപ്ലീറ്റ് ആയി. ഇപ്പോൾ എൻ്റെ 3rd year ക്ലാസ്സസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഇവിടെ ഞാൻ ആദ്യം വന്നപ്പോൾ വിചാരിച്ചത് എല്ലാം വളരെ സ്മൂത്ത് ആയിരിക്കും, നമ്മുടെ നാട്ടിലെ കോളേജൊക്കെ പോലെ ആയിരിക്കും, നല്ല അടിപൊളിയായിരിക്കും. ലാംഗ്വേജ് അല്ലേ പെട്ടെന്ന് ചിലപ്പോൾ സെറ്റ് ആയിരിക്കും, കാരണം നമ്മൾ നാട്ടിൽ നിന്ന് പഠിച്ചിട്ട് വന്നല്ലോ, B2 ഒക്കെ പാസ്സായിട്ട് വരുന്നതാണല്ലോ എന്നൊക്കെ ഓർത്താണ് ഇവിടെ വന്നത്. പക്ഷേ ഇവിടുത്തെ ക്ലാസ്സിൽ ആദ്യം പോയപ്പോഴാണ് മനസ്സിലായത് ഇങ്ങനെ ഒന്നുമല്ല കാര്യം. ക്ലാസ്സിൽ തന്നെ ഞങ്ങൾ ഒരു 4 പേരുണ്ട്, അല്ലാതെ ബാക്കി എല്ലാവരും തന്നെ ജർമ്മൻസ് ആയിരുന്നു. അപ്പോൾ ആദ്യമായിട്ട് ക്ലാസ്സിൽ വന്ന് പിറ്റേ ദിവസം ആയപ്പോഴാണ് മനസ്സിലായത്. ആദ്യത്തെ ക്ലാസ് നമ്മൾ ഇൻട്രൊഡക്ഷൻ ഒക്കെ പറഞ്ഞ് അങ്ങനെ തീർന്നു. പിറ്റേ ദിവസം ക്ലാസ്സിൽ പോയി അവർ സംസാരിക്കും, ടീച്ചർ സംസാരിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എനിക്ക് ഒരു കുന്തവും മനസ്സിലാവുന്നില്ല. അവിടെ ഇവിടെ നമ്മൾ എന്തൊക്കെയോ പഠിച്ച ചില വാക്കുകൾ, നമ്മൾ ഈ വൊക്കാബ്സും അതൊക്കെ പഠിച്ചാൽ തേമക്കൊക്കെ പഠിച്ച കുറച്ച് വാക്കുകൾ നമ്മൾ കേൾക്കും, അത് നമുക്ക് കത്തും. പക്ഷെ എന്നാലും ബാക്കി അവർ പറയുന്ന ഒരു കാര്യം പോലും എനിക്ക് മനസ്സിലാവുന്നില്ലായിരുന്നു. ചിലപ്പോൾ എല്ലാവർക്കും അങ്ങനെ ആയിരിക്കണം എന്നില്ല. ചിലപ്പോൾ നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ പഠിച്ച് നല്ലപോലെ ഭയങ്കരമായിട്ടും ഇങ്ങനെ ഫിലിംസും അതൊക്കെ കണ്ടു വന്നവരാണെങ്കിൽ ചിലപ്പോൾ അവർക്കെല്ലാം മനസ്സിലായേക്കാം. പക്ഷെ എനിക്ക് ആൻഡ് എൻ്റെ കൂടെ ഉള്ളവർക്കും പ്രത്യേകിച്ച് നമുക്ക് ഒന്നും മനസ്സിലായിട്ടില്ല. അപ്പം തന്നെ നമ്മൾ ഭയങ്കരമായിട്ട് മെന്റലി ഡൗൺ ആയി. കാര്യം ഇനി എങ്ങനെ അതേവേ വരണ്ടായിരുന്നു, അല്ലെങ്കിൽ എടുത്ത തീരുമാനം തെറ്റിപ്പോയോ, അങ്ങനെയൊക്കെ തോന്നിയൊരു അവസ്ഥയായിരുന്നു ആദ്യത്തെ കുറച്ച് നാള്. ആൻഡ് ഞാനിവിടെ വന്നപ്പോൾ കുറെ പേരുടെ ചോദിച്ചിട്ടുണ്ട് പെട്ടെന്ന് പഠിക്കാൻ പറ്റുമോ. അപ്പൊ എല്ലാവരും പറഞ്ഞൊരു സംഭവമാണ് 6 monthsനുള്ളിലൊക്കെ സെറ്റ് ആവും, അല്ലെങ്കിൽ 3 monthsനുള്ളിലൊക്കെ സെറ്റ് ആവുന്നത്. അപ്പൊ അതായിരുന്നു ആദ്യത്തെ ഒരു ആശ്വാസം. 3 മാസം കഴിയുമ്പോൾ സെറ്റ് ആവുമായിരിക്കും. പക്ഷെ 3 മാസം കഴിഞ്ഞിട്ടും എനിക്ക് എല്ലാം മനസ്സിലാവുന്നില്ലായിരുന്നു. പിന്നെ 6 മാസം ആയപ്പോഴും എനിക്ക് ഭയങ്കര ടെൻഷനായി. ഇനി എന്റെ പ്രശ്നമാണോ, കാര്യം എനിക്കിതൊന്നും ഇപ്പോഴും അങ്ങോട്ട് മനസ്സിലാവുന്നില്ലല്ലോ. അങ്ങനത്തെ ഒരു മെന്റാലിറ്റിയിലേക്ക് പോയി ഭയങ്കരമായിട്ട് സ്ട്രെസ് വരാൻ തുടങ്ങി. കാര്യം 6 മാസമായിട്ടും എല്ലാം അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. അപ്പൊ അങ്ങനെ വളരെ വിഷമത്തിലായിരുന്നു ആദ്യത്തെ ഒരു 6 months ഇവിടെ നടന്നത്. പക്ഷെ പിന്നെ എൻ്റെ 2nd year ക്ലാസ്സിലേക്ക് ഞാൻ സ്റ്റാർട്ട് ചെയ്തപ്പോഴാണ് എനിക്ക് ക്ലാസ്സിൽ എടുക്കുന്ന ഓരോ കാര്യങ്ങളും മനസ്സിലാവാൻ തുടങ്ങി. എന്തിനൊക്കെ ഉത്തരം പറയാൻ പറ്റാൻ തുടങ്ങി. എനിക്ക് ടീച്ചേഴ്സ് പറയുമ്പോൾ തന്നെ അത് ക്യാച്ച് ചെയ്ത് എനിക്ക് നോക്കാതെ എഴുതാൻ പറ്റാൻ തുടങ്ങി. സോ ഐ റിയലൈസ്ഡ്. അപ്പോൾ നമുക്ക് പേഴ്സണലി എനിക്ക് എടുത്തത് ഒരു 1 year ടൈമാണ് ഇവിടുത്തെ ലാംഗ്വേജ് ആയിട്ട് അഡാപ്റ്റ് ചെയ്യാൻ. എനിക്ക് എടുത്തത് ഒരു 1 year ടൈമാണ്. സോ അതിനു മുന്നേ എനിക്ക് ഒന്നും മനസ്സിലായില്ലെന്നല്ല, എനിക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നു. പക്ഷെ അവിടെ ഇവിടെ കുറച്ച് കാര്യങ്ങൾ ഇവർ പറഞ്ഞൊരു ഫുൾ കാര്യം സെന്റൻസ് ആയിട്ട് എൻ്റെ തലയിലേക്ക് എനിക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റുന്നില്ലായിരുന്നു. പക്ഷെ ഒരു 2nd year ആയപ്പോഴാണ് ഇവർ പറയുന്ന കാര്യങ്ങളൊക്കെ എനിക്കത് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ തുടങ്ങി. അല്ലെങ്കിൽ എനിക്ക് ഇപ്പൊ എന്തെങ്കിലും പ്രസന്റേഷൻ ഒക്കെ ചെയ്യാൻ ഒരു ധൈര്യം കിട്ടി തുടങ്ങി. അതൊക്കെ എനിക്ക് വന്നത് 2nd year ആയപ്പോഴത്തേക്കും. ഇപ്പൊ ഞാൻ ശരിക്കും ഈ ഒരു എന്റെ എക്സ്പീരിയൻസ് പറയാൻ കാരണം ഇവിടെ പുതിയതായിട്ട് കുറെ പിള്ളേർ വന്നിട്ടുണ്ട് ഈ സെപ്റ്റംബർ ഇൻടേക്കിന്. അതുപോലെ തന്നെ ലാസ്റ്റ് ഏപ്രിൽ ഇൻടേക്കിന് കുറെ പേര് വന്നു കാണും. അവർക്കിപ്പോ 6 months ആയി കാണും. അപ്പോ കുറച്ച് പേരിൽ എനിക്ക് മെസ്സേജ് പറഞ്ഞൊരു കാര്യമാണ്, എനിക്കിവിടെ ഒന്നും മനസ്സിലാവുന്നില്ല, 2 weeks ആയി ഇപ്പോൾ ക്ലാസ്സിൽ പോയിട്ട് എനിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല, എന്തെങ്കിലും ടിപ്സ് ഉണ്ടോ, എന്നത് എത്ര നാൾ എടുക്കും ശരിയാവാൻ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. സോ ഇനി ഞാൻ പറയുന്നത് കുറച്ച് ടിപ്സ് ആണ്. ഇത് ടിപ്സ് എന്നല്ല പറയേണ്ടത്, നമ്മൾ ആദ്യമേ വരുമ്പോൾ നമ്മൾ ചെയ്യാൻ മടിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്. കാരണം നമുക്ക് ചിലപ്പോൾ ആദ്യമേ ടീച്ചേഴ്സ് ക്ലാസ്സിൽ ചിലപ്പോൾ നോട്ട്സ് പറഞ്ഞു തരുമായിരിക്കും, ഓരോ ഷൂളെ അനുസരിച്ചിരിക്കും. അപ്പൊ ഞങ്ങൾക്ക് ആദ്യം കുറച്ചൊക്കെ അവരിങ്ങനെ നമ്മുടെ ബോർഡിൽ കാണിക്കുമായിരുന്നു. പക്ഷെ കുറച്ച് കാര്യങ്ങൾ അവർ പറഞ്ഞായിരിക്കും തരുന്നത്, അപ്പൊ നമ്മൾ എഴുതിയെടുക്കണം. ആൻഡ് ഞാൻ ലാസ്റ്റ് ബെഞ്ചിലൂടെ ആയിരുന്നു. അപ്പൊ ഞാൻ ചുമ്മാ അഭിനയിക്കും, ഒരു പേപ്പർ എടുത്തിട്ട് ചുമ്മാ ടീച്ചർ പറയുമ്പോൾ എഴുതുന്ന പോലെ അഭിനയിക്കുമായിരുന്നു. പക്ഷെ പിന്നെ എനിക്ക് മനസ്സിലായി അങ്ങനെ അഭിനയിച്ചുകൊണ്ട് ഒരു കാര്യമില്ല. കാര്യം എനിക്ക് തന്നെ അവിടെ പോകുന്നത്, എനിക്ക് കൃത്യമായ നോട്ട്സ് ഇല്ല, ക്ലാസ്സിൽ പറഞ്ഞ കാര്യം മനസ്സിലാവുന്നുമില്ല, നോട്ട്സും ഇല്ല. അപ്പോൾ ആ വസ്തു ഒന്ന് ആലോചിച്ച് നോക്കി, അത് വളരെ ബോറാണ്. കാര്യം മനസ്സിലാവുന്ന ഒരു കാലം വരുമ്പോൾ നമ്മുടെ കയ്യിൽ നോട്ട്സ് ഇല്ലെങ്കിൽ പിന്നെ അതിന് ഒരു അർത്ഥമില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, ഇപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്, ക്ലാസ്സിൽ ഏതെങ്കിലും കുറച്ച് മനസാക്ഷിയുള്ള പിള്ളേർ കാണും. കാരണം ഞങ്ങളുടെ ക്ലാസ്സിലുണ്ടായിരുന്നു ഒരു കൂട്ടം ഓഫ് പീപ്പിൾ ഞങ്ങളെ ഹെൽപ്പ് ചെയ്യാനുണ്ടായിരുന്നു. ഒരു കുറച്ച് ഗ്യാങ് ഉണ്ട്, അവർ ഞങ്ങളെ നല്ലപോലെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്.
കാര്യം ഹെൽപ്പ് ചെയ്യണമെങ്കിൽ നമ്മളെ ഇങ്ങോട്ട് വന്ന് ആരും ഹെൽപ്പ് ചെയ്യത്തില്ലായിരിക്കും. സോ നമ്മൾ ചെയ്യേണ്ടത് അങ്ങോട്ട് ചെല്ലുക ആൻഡ് അവരോട് നോട്ട്സ് ചോദിക്കുക. കാര്യം ക്ലാസ്സിൽ എല്ലാവർക്കും അങ്ങനെ ഹെൽപ്പ് മെന്റാലിറ്റി വേണം എന്നില്ല, പക്ഷെ ഉള്ള കുറച്ച് പേരെങ്കിലും കാണും. അവരോട് നിങ്ങൾ ഈ ഫസ്റ്റ് കുറച്ച് ആഴ്ചകളിലെ നോട്ട്സ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് എഴുതിയെടുക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ മനസ്സിലാവുന്നില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും ഹോംവർക്ക് നിങ്ങൾക്കിപ്പോൾ എന്തെങ്കിലുമൊക്കെ ഔഫ് ക്യാബ് വരുമായിരിക്കും തനിയെ ചെയ്യാൻ പറ്റുന്ന പറയുന്നത്, അത് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ ഒരു മോഡലിന് നിങ്ങൾക്ക് അവരോട് ചോദിക്കാം. ഇപ്പൊ ഞങ്ങളൊക്കെ അങ്ങനെയാണ് ആദ്യം ചെയ്തുകൊണ്ടിരുന്നത്. ആദ്യമേ ഞങ്ങള് പിള്ളേരോട് ചോദിച്ചു, അവർ നോട്ട്സ് ഒക്കെ ഷെയർ ചെയ്തു. അങ്ങനെ ഞങ്ങൾ കറക്റ്റ് ആയിട്ടൊരു നോട്ട്സ് കീപ്പ് ചെയ്തുകൊണ്ട് പോയി. അപ്പോൾ നിങ്ങൾക്കും ചെയ്യാൻ പറ്റുന്ന ആദ്യത്തെ കാര്യമാണ് ഇങ്ങനെ നോട്ട്സ് ആരോടെങ്കിലും ചോദിക്കുക, കറക്റ്റ് ആയിട്ട് നോട്ട്സ് കീപ്പ് ചെയ്തുകൊണ്ട് പോവുക. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ടീച്ചറിനോട് ചോദിക്കുക. നമുക്ക് ഭയങ്കര മടിയായിരിക്കും ഒരാളോട് ഹെൽപ്പ് ചോദിക്കാൻ. പക്ഷെ ഇവിടെ നമ്മൾ ഹെൽപ്പ് ചോദിക്കാതിരുന്നാൽ പ്രശ്നം നമുക്ക് തന്നെയാണ്. കാര്യം നമ്മൾക്ക് ഒരു സമയമാകുമ്പോൾ നോട്ട്സ് ഒക്കെ ഇല്ലെങ്കിൽ നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ്. കാര്യം തേർഡ് ഇയറിൽ ലാസ്റ്റ് എക്സാമിന് നമുക്ക് ആദ്യം തുടങ്ങി അവസാനം വരെയുള്ള കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഒന്നില്ല, നിങ്ങളുടെ ഏതെങ്കിലും ടീച്ചറിനോട് സംസാരിക്കുക. എനിക്കിത് മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അവർ നിങ്ങൾക്ക് നോട്ട്സ് സെൻഡ് ചെയ്ത് തരുമായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ക്ലാസ്സിലുള്ള ക്ലാസ്മേറ്റ്സിനോട് ചോദിക്കുക ആൻഡ് അവരുടെ ഹെൽപ്പ് ചോദിച്ചിട്ട് നോട്ട്സ് ഒക്കെ കൃത്യമായിട്ട് എഴുതി വെക്കുക. സോ നെക്സ്റ്റ് ടിപ്പ് എന്താന്ന് വെച്ചാൽ എൻ്റെ ഈ ജേർണിയിൽ യൂസ് ചെയ്ത കുറച്ച് കാര്യങ്ങളാണ്. നിങ്ങളിപ്പോൾ ക്ലാസ്സിലാണെങ്കിലും ഇനിയിപ്പോൾ ഒരു മാസം കഴിയുമ്പോൾ ചിലപ്പോൾ പ്രാക്ടിക്കൽ സെക്ഷൻസ് തുടങ്ങുമായിരിക്കും. ചിലവർക്ക് ആദ്യമേ തന്നെ പ്രാക്ടിക്കൽ ആയിരിക്കും തുടങ്ങിയത്. അങ്ങനെയുള്ളവരാണെങ്കിൽ കയ്യിൽ ഇങ്ങനെ ഒരു ചെറിയൊരു നോട്ട് കരുതുക. അതല്ലെങ്കിൽ ഇത് നിങ്ങളുടെ പോക്കറ്റിൽ വെക്കാൻ പറ്റുന്ന ഒരു നോട്ട്സ് കരുതുക. എന്നിട്ട് ഇവർ പറയുന്ന ചില വാക്കുകൾ നമുക്ക് ഒട്ടും മനസ്സിലാക്കാൻ പറ്റുന്നില്ലായിരിക്കും. എന്നാലും അവരാ പറയുന്ന സംഭവം പെട്ടെന്ന് എഴുതിയെടുക്കാൻ ശ്രമിക്കുക. ചില വാക്കുകൾ അങ്ങനെ എഴുതിയെടുത്തിട്ട് അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കുക. അപ്പൊ നമുക്ക് ഏകദേശം ഇനിയും അവർ ആ വാക്ക് യൂസ് ചെയ്ത് നമുക്ക് മനസ്സിലാവും, നോക്കി അവർ ഈ സംഭവമാണ് പറയുന്നതെന്ന്. അപ്പോൾ നിങ്ങളിപ്പോൾ നിങ്ങളുടെ പ്രാക്ടിക്കൽ ഹോസ്പിറ്റലോ അല്ലെങ്കിൽ ഓൾഡ് ഏജ് ഹോമിലോ അല്ലെങ്കിൽ അവിടെയൊക്കെ ചെയ്യുവാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഒരു ബുക്ക് എടുക്കുക. അതിൻ്റെ അവർ പറയുന്ന ചില കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് അപ്പം തന്നെ പറ്റുവാണെങ്കിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരു ഐഡിയ കിട്ടും. അപ്പം അടുത്ത പ്രാവശ്യം അവരത് പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഓക്കെ ഇവരിങ്ങനെയാണല്ലേ, ഈ കാര്യമാണ് ഇവർ പറഞ്ഞതെന്ന് നമുക്ക് സൂപ്പറായിട്ട് മനസ്സിലാകും. സോ ഇത് നിങ്ങളെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇങ്ങനെ ഓരോ ദിവസം നമ്മൾ ഓരോ വാക്കുകൾ ഇങ്ങനെ പഠിച്ച് നമ്മളും യൂസ് ചെയ്യുവാണെങ്കിൽ അത് വളരെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമായിരിക്കും അവസാനം വരുമ്പോൾ. പിന്നെ ഇങ്ങനെ നമ്മൾ എഴുതി വെച്ച് കാണാപ്പാടം പഠിക്കുന്നത് കൊണ്ട് മാത്രം നമുക്കൊരു ലാംഗ്വേജ് പഠിക്കാൻ പറ്റില്ല. നമ്മളത് എവിടെയെങ്കിലും യൂസ് ചെയ്യണം. ഇപ്പൊ നമ്മളൊരു വാക്ക് പഠിച്ചു, പിറ്റേ ദിവസം ഞാൻ ആ വാക്ക് കൊണ്ട് എന്തെങ്കിലും പറയണം, ആരോടെങ്കിലും സംസാരിക്കണം. അല്ലെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ജർമ്മൻ കൊളീഗായിട്ടൊക്കെ സംസാരിക്കാൻ പേടിയാണെങ്കിൽ പേഷ്യന്റിനോടെങ്കിലും നമ്മൾ ഇങ്ങനെ ഇന്ററാക്ട് ചെയ്യുമ്പോൾ ഈ വാക്കുകൾ യൂസ് ചെയ്യുക. അപ്പോഴാണ് നമ്മൾ ആ വാക്ക് ഒരിക്കലും മറക്കാതിരിക്കുന്നത്. പിന്നെ നമ്മൾ എന്നും ആ വാക്ക് യൂസ് ചെയ്യാനൊക്കെ ശ്രമിക്കും. എനിക്കിങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കി പിന്നെ ആ വാക്ക് ഞാനും ആരോടെങ്കിലും സംസാരിക്കുമ്പോൾ യൂസ് ചെയ്തപ്പോൾ എനിക്കത് മറക്കാതിരിക്കാനും പിന്നെ കുറെ പുതിയ വാക്കുകൾ പഠിക്കാനൊക്കെ എന്നെ നല്ലപോലെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നോക്കേണ്ട ഒരു കാര്യമാണ് ഇവരെ സംസാരിക്കുന്ന ശൈലി. നമ്മളിപ്പോൾ നാട്ടിൽ നിന്ന് പഠിച്ച മലയാളത്തിലല്ലോ ആരും നാട്ടിൽ സംസാരിച്ചുകൊണ്ട് നടക്കുന്നത്. ഞാൻ അങ്ങനെ ചെയ്തു, നീ ഇങ്ങോട്ട് വരിക, നമ്മൾ അങ്ങനെയൊന്നും അല്ല പറയുന്നത്. അതുപോലെ തന്നെയാണ് ഇവിടെ നമ്മൾ പഠിച്ച ജർമ്മനിലൊന്നും ആയിരിക്കത്തില്ല ഇവർ സംസാരിക്കുന്ന. സോ നമ്മൾ ശ്രദ്ധിക്കുക. ഭയങ്കരമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇവരെ നമ്മൾ ഒബ്സർവ് ചെയ്യുക. എന്നിട്ട് ഇവർ സംസാരിക്കുന്ന ശൈലി നമ്മളിലേക്ക് നമ്മൾ എടുക്കുക. നമുക്ക് ഭയങ്കര നാണമായിരിക്കും. ഇപ്പൊ ഇവര് ചിലപ്പോൾ ഇവരുടെ രീതിയിലൊക്കെ നമുക്ക് സംസാരിക്കാൻ വളരെ നാണമായിരിക്കും. ഇപ്പൊ ഒരാൾ നമ്മുടെ കൂടെയും കൂടെ ഉണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ, ഞാൻ ഇവിടെ ആദ്യം പ്രാക്ടിക്കൽ ചെയ്തപ്പോൾ എൻ്റെ ഇപ്പോൾ ഒരു നേഴ്സ് ഉണ്ടെങ്കിൽ ഞാൻ ആ പേഷ്യന്റിനോട് മര്യാദക്കൊന്നും സംസാരിക്കില്ല. ഞാനിങ്ങനെ ഹലോ വിഗേറ്റ്സ് അത്ര മാത്രം ഇവിടെ സംസാരിച്ചുകൊണ്ടിരുന്ന. പക്ഷെ അങ്ങനെയല്ല, നമുക്ക് ഭയങ്കര നാണമായിരിക്കും. ഇപ്പം നമ്മളിങ്ങനെ സംസാരിക്കുമ്പോൾ ആ പറയുന്നത് ശരിയാണോ തെറ്റാണോ എന്നൊക്കെ ഉള്ള നാണമായിരിക്കും. പക്ഷെ നമ്മൾ ആദ്യം അത് മാറ്റുക. കാര്യം പിന്നെ ഞാൻ ഇപ്പോൾ ഒരു നേഴ്സ് ഉണ്ടെങ്കിലും ഞാൻ എനിക്ക് പറ്റാവുന്ന രീതിയിൽ പേഷ്യന്റിനോട് ഇന്ററാക്ട് ചെയ്യാൻ നോക്കും. ഇപ്പൊ ചെറിയ തെറ്റ് ഞാൻ പറയുവാണെങ്കിൽ പോലും ഒന്നല്ലെങ്കിൽ പേഷ്യന്റ് എന്നെ തിരുത്തി തരും, അല്ലെങ്കിൽ എൻ്റെ കൂടെയുള്ള നേഴ്സ് എന്നെ തിരുത്തി തരുമായിരുന്നു. അപ്പൊ ഏറ്റവും ബെസ്റ്റ് നമ്മൾ തെറ്റ് പറയുവാണെങ്കിൽ പോലും കുഴപ്പമില്ല. കാര്യം നമ്മൾ പറയാൻ ശ്രമിക്കുക, അതാണ് ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. പിന്നെ ഞാൻ ചെയ്തൊരു കാര്യമാണ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവരുടെ സംസാര ശൈലി ഞാൻ എന്നിലേക്ക് എടുക്കാൻ തുടങ്ങി. ഇപ്പോൾ മേ ബി അതായിരിക്കത്തില്ല എൻ്റെ സംസാര ടോൺ, പക്ഷെ എന്നാൽ പോലും ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാൻ അല്ലെങ്കിൽ കൂടുതൽ സംസാരിക്കാൻ എനിക്ക് പറ്റിയത് ആ ലാംഗ്വേജ്, അവരുടെ ആ ടൈപ്പ് ഓഫ് ലാംഗ്വേജ് ഞാൻ ഇങ്ങനെ സംസാരിച്ചു തുടങ്ങി. ഇപ്പോൾ എക്സാമ്പിൾ പറയുവാണെങ്കിൽ, ഇപ്പൊ പേഷ്യന്റിനോടാണെങ്കിലും
ഇവര് ലോക്കലായിട്ട് സംസാരിക്കുന്ന ആ ഒരു രീതി കാണുമല്ലോ ഇപ്പൊ ജർമ്മനില്. അപ്പൊ ആ രീതിയിൽ ഞാനും പേഷ്യനോട് ഇന്ററാക്ട് ചെയ്യാൻ തുടങ്ങി. അപ്പൊ എനിക്കും മനസ്സിലായി ഓക്കെ അത് അടിപൊളി ഒരു സംഭവമാണ്. കാര്യം നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ അവരും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അത് ശരിയാക്കാൻ. പിന്നെ എന്താണ് നമുക്കും നമ്മുടെ ലാംഗ്വേജ് നമുക്കൊരു നാണം, നമ്മളിലുള്ളൊരു നാണം ഉണ്ടല്ലോ, ഇപ്പൊ നമ്മൾ സംസാരിക്കുമ്പോൾ അത് ശരിയാവോ ഇല്ലയോ എന്നുള്ളത്. ആ നാണം നമ്മളിൽ നിന്ന് പയ്യെ പയ്യെ പോയി പിന്നെ നമ്മൾ ആരുണ്ടെങ്കിലും അടിപൊളിയായിട്ട് സംസാരിക്കാൻ തുടങ്ങും. സോ നമ്മൾക്ക് കൂടുതൽ ലാംഗ്വേജ് പഠിക്കാൻ പറ്റുന്നത് നമ്മുടെ പ്രാക്ടിക്കൽ സെക്ഷനിലാണ്. കാരണം നമ്മൾ പേഷ്യൻ്റായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നുണ്ട്, നമ്മുടെ കൊളീഗ്സ് ആയിട്ട് ഇന്ററാക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് ലാംഗ്വേജ് പഠിക്കാൻ പറ്റുന്നത് അവിടെയാണ്. സോ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ പറഞ്ഞ പോലെ തന്നെ അവരുടെ ലാംഗ്വേജിന്റെ ശൈലി, അവർ പറയുന്ന വാക്കുകൾ ഇതുപോലെ മനസ്സിലായില്ലെങ്കിൽ അപ്പം തന്നെ ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ എവിടെയെങ്കിലും എഴുതി വെച്ചിട്ട് വീട്ടിൽ വന്നിട്ടാണെങ്കിലും ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ പിറ്റേ ദിവസം അവരത് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും, അപ്പോൾ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ഇനി ഞാൻ അധികം പറഞ്ഞ് ഈ വീഡിയോ ഭയങ്കര ലോങ് ആക്കുന്നില്ല, കാര്യം ഇത് ഫുള്ള് കണ്ടുകൊണ്ടിരിക്കാൻ താല്പര്യം എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല. അതുകൊണ്ട് തന്നെ ഇനി നമ്മൾ പ്രാക്ടിക്കൽ ചെയ്യാൻ പോകുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്നുള്ളതൊക്കെ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ പറയാം. ഓക്കെ, അപ്പോൾ ഒന്നുകൂടെ പറയുവാണ്, ഇവിടെ വന്ന എല്ലാ പുതിയ പിള്ളേരോടും നിങ്ങൾക്ക് ഇപ്പോൾ ഒന്നും മനസ്സിലാവുന്നില്ലെങ്കിൽ ഇത് ഭയങ്കര നോർമലാണ്. നിങ്ങൾ ഒരിക്കലും സ്ട്രെസ് ആവേണ്ട ഒരു ആവശ്യമില്ല. ഇപ്പോൾ വന്നിട്ട് 6 months ആയവർക്ക് പോലും ഇപ്പോൾ ഒന്നും മനസ്സിലാവുന്നില്ല. എനിക്ക് അവിടെ ഇവിടെയും കുറച്ച് കാര്യങ്ങളെ മനസ്സിലാവുന്നുള്ളെങ്കിലും അത് ഭയങ്കര നോർമലാണ്. നിങ്ങൾ അത് കുറച്ച് സ്ട്രെസ് ആവേണ്ട കാര്യമില്ല. നിങ്ങൾ ശ്രമിക്കേണ്ടത് പറ്റുവാണെങ്കിൽ കുറേ യൂട്യൂബിൽ ജർമ്മൻ ഫിലിംസ് ഒക്കെ ഉണ്ടാവും, അതൊക്കെ ഒന്ന് കാണാൻ ശ്രമിക്കുക. പുതിയ വാക്കുകൾ പഠിക്കുമ്പോൾ അത് എവിടെയെങ്കിലും യൂസ് ചെയ്യാൻ ശ്രമിക്കുക. ഒരു വാക്ക് പഠിച്ചുകൊണ്ട് മാത്രം ഒന്നും നമുക്ക് തലയിലേക്ക് കുറേ ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ പഠിച്ച വാക്ക് നമ്മൾ എവിടെയെങ്കിലും യൂസ് ചെയ്യുമ്പോഴായിരിക്കും നമുക്കത് നല്ലപോലെ പിന്നെയും ഓർത്തിരിക്കാൻ പറ്റുന്നത്. സോ അങ്ങനെയൊക്കെ ചെയ്യുക. നോട്ട്സ് ചോദിക്കുക ടീച്ചേഴ്സിനോടാണെങ്കിലും ഇപ്പോൾ കൂടെയുള്ള പിള്ളേരോടാണെങ്കിലൊക്കെ നോട്ട്സ് നിങ്ങൾ ചോദിച്ച് കറക്റ്റായിട്ട് നോട്ട്സ് കീപ്പ് ചെയ്യുക. സോ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് 1 yearനുള്ളിൽ നല്ല അടിപൊളിയായിട്ട് ജർമ്മൻ സംസാരിക്കാൻ പറ്റും. നിങ്ങൾ ഫസ്റ്റ് ഇയറിൽ അതിന് വേണ്ട ഹാർഡ് വർക്ക് ചെയ്യുക, പിന്നെ നോട്ട്സ് ഒക്കെ ചോദിക്കുക. അപ്പം ഇതാണ് എനിക്ക് ഈ വീഡിയോയിൽ പറയാനുള്ളത്. സോ എനിക്ക് തോന്നുന്നു ഈ വീഡിയോ കുറച്ച് പേർക്കെങ്കിലും ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെന്ന്. ആൻഡ് ഈ വീഡിയോ ഞാൻ ഭയങ്കരമായിട്ടും ലോങ് ആക്കി കൊണ്ടുപോകുന്നില്ല. ഇനി നിങ്ങൾ പ്രാക്ടിക്കലിൻ്റെ സമയത്ത് പോകുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്നുള്ള കാര്യം ഞാൻ വേറൊരു വീഡിയോ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ആൻഡ് എന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ബൈ ബൈ.